ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് ലുലുവിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ്. പോക്ക് മാത്രമല്ല, പോയി വന്നിട്ട് റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പൊതുവെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഒരേ മൂഡായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മൂഡ് ഓക്കെ അല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. പിന്നെയാണ് ഞാൻ നല്ല ഹാപ്പി ആയി തുടങ്ങിയത്. അതും നിങ്ങൾക്ക് ത്രൂ ഔട്ട് വീഡിയോ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എൻ്റെ മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ. ബസ് വരെ ലേറ്റ് ആവും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. ഇവിടെ ഈ ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഈ സമയത്തൊക്കെ. പക്ഷെ ചൂടാണോ, അതൊക്കെ വലിയ പ്രശ്നം. പിന്നെ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. കണ്ടോ, എൻ്റെ മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് നേരത്തെ ആയതുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്ത് സൈഡിൽ നിന്നിരുന്നത്. ബസ് വരാറായതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്ത് പോയി. ഞങ്ങളുടെ റൂമിലോട്ടുള്ള വഴിയാണ് കേട്ടത്. അപ്പം ഞാനതിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിലോട്ട് എത്തും. അങ്ങനെ ബസ്സിൽ കയറിട്ടോ. ഇവിടുത്തെ ബസ് യാത്ര പറയാൻ പറ്റില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ ഒരു വലിയ സംഭവത്തിൽ കയറിയ പോലെയാണ് ഇവിടുത്തെ ബസ്സിൽ എനിക്കിരിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് വേണം ഓരോ കാര്യത്തിൽ, എന്നാലും നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ചെറിയൊരു യാത്രയാണ്, തൊട്ടടുത്ത സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പോഴൊന്നും എൻ്റെ മൂഡ് അത്ര ഓക്കെ ഒന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എപ്പോഴും ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കുന്നു. ഒരിക്കലല്ല കേട്ടോ. നമുക്ക് പല സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ മൂഡ് ഉണ്ടായിരിക്കും. ഇപ്പം ഇത് കാണുന്ന നിങ്ങളും വേറൊരു മൂഡിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മധുരട്ടിട്ടുള്ള ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചു തുടങ്ങി ഞാൻ 2 പ്രാവശ്യമൊക്കെ ചായ കുടിക്കും കേട്ടോ. അതിപ്പോൾ തുടങ്ങിയ ശീലമാണ്. ഇപ്പോഴല്ല, ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയൊരു ശീലമാണ്. കുടിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ കുടിക്കുന്നില്ല ചായ. അപ്പം മധുരട്ടിട്ട് ഇപ്പോൾ കുറച്ച് കുടിച്ചു തുടങ്ങി. അപ്പോൾ എന്നെ തന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വീണ്ടും പണ്ടത്തെ പോലെ എൻ്റെ ഡയറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നത്തൊരു കലാശക്കൊട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ മധുരട്ടുള്ള ചായ ഒന്നും കുടിക്കാറില്ല. പക്ഷെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചൊക്കെ കുടിക്കും. അടുത്തത് സമൂസ. അവിടെ ഞാൻ സമൂസ കണ്ടു, പിന്നെ അവിടെ ഞാൻ വീണു. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സമൂസ കഴിഞ്ഞിട്ട് പിന്നെ ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഷവർമ്മ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഈ കുറച്ച് കഴിച്ച് എനിക്ക് പിന്നീട് കഴിക്കുമ്പോൾ എനിക്ക് കുറേ ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പിന്നെ നമുക്കൊരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് ഗ്രാൻഡിനോട് വലിയ പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നുന്നു. കാരണം തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ, അപ്പുറത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ ഇപ്പുറത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ എന്ന്. ആ ഒരു അവസ്ഥയാണ്. നമ്മൾ ഓടിപ്പോയിട്ട് ഗ്രാൻഡിന് എന്തുണ്ടെങ്കിലും പോയിട്ട് വാങ്ങും കേട്ടോ. പിന്നെ നമ്മൾ മാസ് പർച്ചേസിങ് നടത്താൻ ലുലു എന്നാണ്. ലുലു ഇവിടെ ഇപ്പോൾ വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സുണ്ട്. എല്ലാ 1 മണിക്കൂർ കൂടുമ്പോൾ ലുലുവിലേക്ക് ബസ്സുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ട്. അപ്പോൾ ആ പോക്കുവരവ് ഭയങ്കര എളുപ്പമായി. അപ്പോൾ ലുലു വന്നത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം സിറ്റിയിലേക്കൊക്കെ പോയി കഷ്ടപ്പെടണമായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ലുലുവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ഞാനൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. കുറേ നാളായി എൻ്റെ കുപ്പി മിസ്സിങ് ആയിട്ട് പോയിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു കുപ്പി ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ശരിക്കും വെള്ളവും കുടിക്കാറില്ല. അപ്പോൾ ലുലുവിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകയാണ്. ആദ്യം തന്നെ മീൻ വാങ്ങാനായിട്ട് പോയിട്ട് മീനൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ അവരോട് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ ഫാഷൻ സ്റ്റോറിലേക്ക് അങ്ങോട്ട് കടന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഫാഷൻ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ പോയപ്പോൾ കുറച്ചധികം നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഏൺ ചെയ്തൊരു പൈസയ്ക്ക് പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്നത്. ഞാനങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഒരുപാട് വാങ്ങുന്നൊരു കൂട്ടത്തിലല്ല. അങ്ങനെ വല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ ചിലവാക്കാറില്ല. ഡ്രസ്സ് വല്ലപ്പോഴും വാങ്ങിയാലായി, അല്ലാതെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങാറില്ല കേട്ടോ. സത്യമാണ് പറയുന്നത്, ഞാൻ അങ്ങനെ വല്ലാതെ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങാറില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടി റിസ്ക് എടുക്കാറില്ല. പിന്നെ പച്ചക്കറികളെല്ലാം നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങൾ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ചധികം നാളെ ലുലുവിലേക്ക് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യം പല കടയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും റേറ്റിൻ്റെ വേരിയേഷൻസൊക്കെ. നല്ലത് സാരല്ല, ഒരു രൂപയില്ലേ. ഇപ്പം നടന്നത് പുട്ടുപൊടിയുടെ ഡിസ്കഷനായിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് പുട്ടുപൊടി വാങ്ങിച്ചപ്പോൾ ഒന്നും വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചപ്പം നല്ല ടേസ്റ്റുള്ള പുട്ടുപൊടിയായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് ബസ്സിൽ പോയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ മാസ് പർച്ചേസിങ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ പൈസ നമുക്ക് വന്നു. പോകണം. ഇതെല്ലാം കൊണ്ട് ബസ്സിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ടാക്സി നോക്കി നിൽക്കുക. നമ്മുടെ സാധനങ്ങളൊക്കെ പിടിച്ച് ഞാൻ അവിടെ നിൽക്കുകയാണ്. ആ പള്ളി കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊട്ടപ്പുറത്ത് ഇങ്ങനൊരു പള്ളി ഉണ്ട് കേട്ടോ. ഞാൻ ഈ പള്ളി ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അത് കുറച്ചധികം നേരം ആ പള്ളീനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തത്. ലൈറ്റിൻ്റെ ആണെന്നറിയില്ല, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കൂടുതൽ ഇവിടേക്ക് ഈ ഒരു വൈകുന്നേരം സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ പള്ളീനെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്തൊരു ഭംഗിയാണ്. കുറേ നേരം ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ നിന്നു. പിന്നെ ആ ലൈറ്റ് സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ സൈഡിലൊരു ഇരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെ സിറ്റപ്പായി. കാരണം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് നടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ബസ് ഇറങ്ങിയിട്ട്. നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. സമയം ഇപ്പം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബസ്സുണ്ട്, പക്ഷേ ബസ്സിൽ ഇതൊക്കെ കൊണ്ട് പോകാൻ നല്ല പാടാണ്. അപ്പോൾ ഇവിടെ ഒരു ടാക്സി കിടക്കുന്നുണ്ട്, പക്ഷേ ആ ടാക്സിയിൽ ഡ്രൈവർ ഇല്ല. വേറെ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ടാക്സി അവിടെ ഉണ്ടെന്ന് കണ്ടു. അപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ് എൻ്റെ കെട്ടിയവൻ ടാക്സി നോക്കാനായിട്ട്. അതുണ്ടെങ്കിൽ അതൊഴിച്ച് വരും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ ടാക്സിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒന്ന് മിസ്സടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ലുലുവിൻ്റെ അകത്ത് ഒരുപാട് പേരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, നല്ല ബില്ലായി. പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വന്നു. അതാണ് പ്രശ്നമായത്. പ്രശ്നമല്ല, ബില്ല് കുറച്ചായി. എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞാൻ പണ്ട് ഈ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ നെർവാസിലിട്ടിട്ടാണ് പോരുന്നത്. പിന്നെ വെച്ചാൽ എപ്പോഴും ഞാൻ അങ്ങനെ കെട്ടി ഇരിക്കാൻ ഒരുമാതിരി പെട്ട വരുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ചേഞ്ചിന് ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളത്. പിന്നെ ചുരുണ്ട മുടിയാണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ചസ് ഒന്നും വരുത്താനൊന്നും പറ്റില്ല. എപ്പോഴും എന്ത് ചെയ്താലും ചുരുണ്ട് കയറിപ്പോവും. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര നാണക്കേടാ കേട്ടോ. എനിക്കെന്തോ ചമ്മലാണ്. ഞാനിങ്ങനെ എടുത്ത് ശീലമില്ലല്ലോ. പിന്നെന്താ, സമയം പോകാനായിട്ട് ഇതൊക്കെ നല്ലതല്ലേ. ഞാൻ എൻ്റെ ബാഗ് തോളിട്ടിട്ടിരിക്കുകയായിരുന്നു. ഞാനത് എപ്പോഴും ഊരില്ല, കാരണം ഊരി എവിടെയെങ്കിലും വെച്ച് മറന്നാലോ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പല്ലിൽ ഇപ്പോഴും ഒരു ലൈറ്റ് എത്തുന്ന പോലെ തോന്നുന്നില്ലേ? ലൈറ്റ് മീൻസ് ഒരു എന്തോ ഒരു ഡിഫറൻസ് പോലെ തോന്നുന്നില്ലേ? ആ ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും മറ്റേ അലൈനർ ഇടുന്നുണ്ട്, മറ്റേ ക്ലിപ്പില്ലേ, അതിടുന്നുണ്ട്. ഇനി നാട്ടിൽ പോയിട്ട് വേണം പുതിയതൊരെണ്ണം വാങ്ങാനായിട്ട്. അവിടെ നിന്ന് വന്നപ്പോഴേ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനത് ഇട്ടത്. ഇനി വീണ്ടും ഇടുമ്പം ഇപ്പോൾ ഒക്ടോബർ വരെ ഇടാനാണ് പറഞ്ഞത്. നോക്കാം എത്രയാവുമെന്ന്. അപ്പം ബാക്കി പിന്നെ കാണാം. ടാക്സിലോട്ട് കയറി. ആദ്യം അവിടെ ഒരു ടാക്സി കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലത്തെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ടാക്സി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടാക്സി വിളിച്ചുകൊണ്ട് വന്ന് അതിലാണ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. ഹലോ, അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് പാത്രം കഴിക്കുന്നത്. ഇത് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇതിൽ വെള്ളം നിറച്ചിട്ടൊക്കെയാണ് പാത്രം കഴിയുന്നത്. പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളിതേ ഇങ്ങനത്തെ 3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആദ്യം വാങ്ങിച്ചിരുന്നത്, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് മാറ്റി ഇത് വയ്ക്കാം, ഇതെടുത്ത് കളയാം. പിന്നെ അടുത്തത് ഇതായിരുന്നു. ഇത് നമുക്ക് തീർന്നു പോയിട്ട് നമ്മൾ തൽക്കാലം ഇങ്ങനൊരു ഡപ്പയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതും ഈ ഡപ്പ അല്ല, ഈ ഒരു പാത്രം ഓക്കെയാണ്. അത് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് കേടായിപ്പോയിട്ടാണ്. പിന്നെ നേരത്തെ കണ്ടപ്പോൾ ലിപ്സ്റ്റിക്ക് ഉണ്ടായില്ല, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതെന്താണ്? അത് ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ് കേട്ടോ. പിന്നെ അത് മാറ്റിയില്ല, എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. അപ്പം ഇത് നമുക്ക് ഇതിനോട് നമുക്ക് വിട പറയാം. എനിക്ക് എന്തോ കുറച്ച് നാളായിട്ട് ഒരാഴ്ചയായിട്ടാണ് ഇത് തീരാറായി തുടങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു. എങ്ങനെയും വേറെ വാങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
നമ്മൾ വിചാരിച്ച പോലെ പാത്രം കഴിയുമ്പോൾ വൃത്തിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതോടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിന്ന നിപ്പിൽ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാറിനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇപ്പം തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായില്ല. നാളേക്കും മറ്റന്നാളേക്കൊക്കെ സാമ്പാർ യൂസ് ചെയ്യാം. അപ്പം ഞാനങ്ങനെ അടുപ്പിച്ചൊക്കെ കുക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം നമുക്കത് ഉപയോഗിക്കാം. ഞാനിവിടെ കുഞ്ഞുകുഞ്ഞി കവറിലൊക്കെ ആട്ടോ വേസ്റ്റ് ഇടുന്നത്. ഞങ്ങൾക്ക് വേസ്റ്റ് കൊട്ട ഉണ്ട്, പക്ഷെ അതിൽ ഞാൻ ഇടാറില്ല. കാരണം അത്രയും വേസ്റ്റ് വരാറുണ്ട്. എന്താണെന്ന് അറിയില്ല, 2 പേരുള്ളെങ്കിലും വേസ്റ്റ് ഒരുപാട് വരാറുണ്ട്. പിന്നെ കുറച്ച് സാധനം ഈ പരിപ്പുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത്. പരിപ്പല്ല പയറ്, ഭയങ്കര ടേസ്റ്റ് ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ 2 വാങ്ങിച്ചു. 2 ആകുമ്പോൾ സുഖമാണല്ലോ. നമുക്ക് രാത്രി ചപ്പാത്തിക്കൊക്കെ ഞങ്ങൾ വയ്ക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴെ വെക്കാറ്. ഞാൻ താഴെ വയ്ക്കാം. പിന്നെ ഞാൻ പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. പുട്ടുപൊടി നാട്ടിൽ നിന്നാണ് വറ്റിക്കാറ്, പക്ഷേ അത് ഏകദേശം തീരാറായി. അപ്പോൾ ഈ ഒരു പുട്ടുപൊടി നല്ലതാണെന്ന് കേട്ടു. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടിൻ്റെ ഇതുണ്ടാക്കാം. അതായത് എന്താ പറയുക, പുട്ട് നനച്ച് വയ്ക്കാം. അപ്പം നാളെ ജസ്റ്റ് അത് ആവേറ്റിയാൽ മതിയല്ലോ. പുട്ട് നനച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. കടല ഞാൻ ഓൾറെഡി വെച്ചതിരിക്കുന്നുണ്ട്. പുട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയിലേക്ക് പോകട്ടെ. പുട്ടുപൊടിയുടെ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലേ. ഈ ഒരു ബോട്ടിലാണ് ഞാൻ പുട്ടുപൊടി ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏകദേശം കഴിയാറായി. നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം കഴിയാറായി. ഇനിയും ഒരുപാട് കുഞ്ഞു ബോട്ടിൽസും കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ പുട്ടുപൊടി കുറച്ചും കൂടി നമ്മൾ മണൽത്തരിയൊക്കെ തൊടില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം നമ്മൾ യൂസ് ചെയ്ത പുട്ടുപൊടിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ പുട്ടുപൊടിക്ക്. എനിക്ക് എന്തോ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ, അതായത് പണിത്തിരക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മളിതൊന്നും അധികം ഓവറായിട്ട് എപ്പോഴും ഈ വ്ളോഗ്സ് ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പം ഞാനങ്ങനെ ഇങ്ങനെ അവിടെ ഓണാക്കി വെച്ചതൊക്കെ സത്യത്തിൽ മറന്നുപോയി. പിന്നെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പോഴേ ഞാൻ തിരിഞ്ഞു നോക്കിയത്. കണ്ടോ, എൻ്റെ പേടി സാമ്പാർ പൊടി ഉണ്ടോ എന്നായിരുന്നു. പിന്നെ ഒരു സംശയം, സാമ്പാർ പൊടി ഉണ്ട് എന്നുള്ളത്. സാമ്പാർ പൊടി ഇത്രയുണ്ട്, ഇത് മതിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് ഉള്ളൂ. നമുക്കപ്പോൾ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് കട്ട് ചെയ്ത് തുടങ്ങിയ വെജിറ്റബിൾസ്. പക്ഷേ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല. കാരണം കട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. വെറുതെ കട്ട് ചെയ്തൊക്കെ കാണിച്ച സമയം കളയും. സാമ്പാർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്നതിനിടയ്ക്കും ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യാം. ഒരു വലിയ പണി കിട്ടി. ചേന അരിഞ്ഞതിന് ശേഷം തൊട്ട് കൈ നല്ല ചൊറിച്ചൽ. എനിക്ക് ആദ്യം കാര്യം മനസ്സിലല്ല, പിന്നെയാണ് പെട്ടെന്ന് കത്തിയത്. ചേന അരിഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചേന അരിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ചില ചേനയ്ക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ അതോടുകൂടി എൻ്റെ മൂഡ് മൊത്തം പോയി. കൈയിൻ്റെ കൈൻ്റെ കുറച്ച് നമ്മൾ വാച്ചൊക്കെ കിട്ടുന്ന ആ ഒരു സൈഡ് വരെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. സാമ്പാർ പ്രിപ്പറേഷൻ റെഡി ആയിക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാമ്പാർ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതൊക്കെ കഴുകി വെച്ചു. അങ്ങനെ കുറച്ച് തിരക്കായി. ഇപ്പോഴും എവിടേക്ക് ചൊറിച്ചൽ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ സാമ്പാർ കാണിച്ചാൽ കുറച്ച് മൂഡ് മാറിയെങ്കിലും സാമ്പാറൊക്കെ റെഡി ചെയ്താൽ ഞാൻ പറഞ്ഞു എൻ്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മിക്കവരുടെ കാര്യം ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും ഹാപ്പി ഒരു ദിവസം മൊത്തം സന്തോഷിച്ചിരിക്കണമെന്നൊന്നുമില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇച്ചിരി ഉണ്ടായാൽ മതി. അപ്പോഴേക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുക്കളയും എൻ്റെ ഗ്യാസും ഒക്കെ ഗ്യാസല്ല സ്റ്റവും എല്ലാം ഞാൻ തുടച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. മോർണിംഗ് എണീറ്റ് വന്ന് കിച്ചൺ മെസ്സായി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട്. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് സമയം. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത്രയും ദൈവസഹായം ഇത്രയും ഈ വീഡിയോ ഫുള്ളാക്കാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം എൻ്റെ കൈ നന്നായി ചൊറിഞ്ഞു പോയി. ഇവിടെ വന്നതിന് ശേഷം ഈ ചൊറിച്ചിലൊക്കെ തുടങ്ങിയത് കേട്ടോ.
അപ്പം പിന്നെ എനിക്ക് എൻ്റെ ഫേസൊക്കെ ഒന്ന് കഴുകണം, കാരണം നേരെ ഞാൻ അടുക്കളയിൽ കയറിയതാണ്. ഫേസൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡി ആവാനുണ്ട്. പോണ സമയത്തൊന്ന് പ്രത്യേകതാണ്. അപ്പം വേറൊരു വീഡിയോ ഇട്ട് ഞാൻ പിന്നെയും വരാം. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനി എൻ്റെ വീഡിയോ കാണാൻ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.